ഞങ്ങളുടെ പ്രതിഷേധം സ്കൂളിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ്. ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ പ്രതിഷേധം. ഞങ്ങൾ അക്രമം ഉണ്ടാക്കുമ്പോൾ എസ്എഫ്ഐക്കാരെ ഒരു അക്രമം ഉണ്ടാക്കത്തില്ല. ഒന്നുമല്ല, ഞങ്ങൾ സമാധാനപൂർവ്വം ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ പ്രതിഷേധം സർക്കാർ കാണുന്നത് വരെ ഇതല്ല. പറയട്ടെ സാറേ പറയട്ടെ, ഇതിന് ശക്തമായിട്ടുള്ള നടപടി BNNS 197 പ്രകാരം കേസെടുത്താൽ പോലെ അതൊക്കെ പോലീസും ഇവിടുത്തെ മാനേജ്മെന്റും തമ്മിൽ CPM തമ്മിലുള്ള ഒത്തുകളി തന്നെയാണ്. ഇവിടുത്തെ ഒരു ഹെഡ്മിസ്ട്രസിനെ വെടിയേടാക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി അത് നടക്കത്തില്ല സാറേ. KSCBയുടെ AEയും ഇതിന്റെ മാനേജ്മെന്റിന്റെ ചെയർമാനാണോ അയാളെ പ്രതി ചേർത്ത് 1ഉം 2ഉം പ്രതികളായിട്ട് ചേർത്ത് കേസെടുത്ത FIR ഇവിടുത്തെ മാധ്യമങ്ങളെയും ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ മരിച്ച കുഞ്ഞിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാതെ യുവമോർച്ചയും BJPയും സമരരംഗത്ത് നിന്ന് മാറുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തോ, പോലീസ് ആക്രമിച്ചോ, പോലീസ് ജയിലിൽ വിട്ടോ, ഞങ്ങൾ തയ്യാറാ. നമ്മൾ കണ്ടല്ലോ സാറേ, ഇതൊക്കെ എന്തുവാ പാവപ്പെട്ടവനെ എന്തെങ്കിലും അടിക്കാൻ പോയിട്ട് പിടിച്ചോണ്ട് ഇരിക്കുന്ന പോലീസിന് ഇതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല സാറേ. ആ ഗേറ്റിന് വേണ്ടി ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തും. സമാധാനപരമായ പ്രതിഷേധം രേഖപ്പെടുത്തും. ഈ 25 മീറ്റർ അപ്പുറത്ത് ഈ ബാരിക്കേഡ് വെച്ചിട്ട് ഞങ്ങൾ തരേണ്ട കാര്യം അത് ചെയ്യണമല്ലോ. ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. താമസം എന്താണ് ചോദിക്കുന്നത്? എന്തുകൊണ്ട് താമസം? എന്തുകൊണ്ട് ഇത്രയും താമസം? എന്തുകൊണ്ടാണ്? 24 മണിക്കൂർ കഴിഞ്ഞു. എന്തുകൊണ്ട്? ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കില്ലല്ലേ? ഇവിടെ രണ്ട് ബറ്റാലിയനെയും 1000 പോലീസൊന്നും വെടിവെച്ചോ? നിങ്ങൾ തെളിവ് കാണുമല്ലോ. വെടിവെച്ച് കൊല്ലാൻ BJPക്കാരെ വെടിവെക്കാൻ